അടിച്ച് തൊളികളയുമെന്ന് എന്ന് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയാൻ. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ വോട്ട് പണം കൊടുത്ത് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ മാതൃകയാകേണ്ട ഒരു സീനിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഭരണത്തിലൊന്നും. അങ്ങനെ ശോഭാ സുരേന്ദ്രന് മറുപടിയുമായിട്ട്, നല്ല ചുട്ട മറുപടിയുമായിട്ട് സീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ കാണിച്ചു കൂട്ടിയ ഉടായിപ്പിനെതിരെയാണ് സീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പം കോൺഗ്രസ്സിലൊരു നട്ടലുള്ളൊരു വനിതാ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരം തെറ്റാതെ പറയാം, ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെയാണ്. എനിക്കൊന്ന് ഭാവിയിൽ ഒരു ഫ്യൂച്ചർ UDFിൻ്റെ ഒരു MLA തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, MLA. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചറിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള ആളുകളൊക്കെ മന്ത്രി കസേരയിൽ വരെ എത്താൻ യോഗ്യത ഉള്ളൊരു മുതൽ തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഇപ്പം എന്ന് നമ്മൾ കണ്ടതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഉടായ്പകൾ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഓഡിയോ നമ്മൾ കേട്ടതാണ്. ഇവർ മുമ്പേ ഇങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു ധാർമ്മികതയും ഇല്ലാത്ത ഒരാളാണെന്ന് എനിക്ക് മുമ്പേ മനസ്സിലായതാണ്. എനിക്ക് മനസ്സിലായി. കാരണം ഇവരെ ഒരു ഓഡിയോ ഞാൻ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ട്. 25 ലക്ഷം രൂപ വേണമെന്നൊക്കെ പറയുന്ന ഒരു ഓഡിയോ എനിക്ക്, ഞാൻ പൈസയ്ക്ക് മാത്രമാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു ഓഡിയോ സന്ദേശമൊക്കെ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ആലപ്പുഴയിലുള്ള BJP പ്രവർത്തക, സ്വന്തം പാർട്ടിയിലുള്ള പ്രസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തകയെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. വേണ്ടാത്ത കുറേ ഭാഷകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വിളിയാണ്. അപ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേട്ടിട്ടുള്ളവരാണെങ്കിൽ അത് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇവരെ യഥാർത്ഥ ക്യാരക്ടറാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. കാരണം ഇവരെ പോലെയുള്ള ആളുകളാണല്ലോ നമ്മൾ MLA ആക്കി പിടിച്ച് കസേരയിലേക്ക് വെച്ച് ഇരുത്തുന്നത് ഓർക്കുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കുകയും ഇവരേക്കാണോ നമ്മൾ നിയമസഭയിലേക്ക് പറഞ്ഞു വിടാൻ നമ്മൾ ഇത്രയും തിടുക്കം കാട്ടി അങ്ങോട്ട് പോയി വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളൊക്കെ ഇന്ന് ശോഭാ സുരേന്ദ്രൻ്റെ തനി സ്വഭാവം വെളിയിൽ കണ്ടു കാണും അല്ലേ. ഇവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനെ കൊണ്ട് അല്ലെങ്കിൽ ഇവരെ ജയിപ്പിക്കാനെ കൊണ്ട് നടന്ന ആളുകളൊക്കെ ഈ വോയിസ് കേട്ടിട്ട് ഇപ്പം വിചാരിക്കുമായിരിക്കും, ആ സമയം ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ കിടന്നൊന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ. ഞാനോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഇതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക്, ഇതൊക്കെ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഉമ്മൻചാണ്ടിയാണ് എനിക്ക് ഓർമ്മ വന്നത്. നീ അങ്ങാർക്ക് ഇനി എന്ത് സംഭവിച്ചാലും അത് ഒരു ഉമ്മൻചാണ്ടിയുടെ മകള് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നിട്ടുണ്ട്, പപ്പ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പപ്പക്ക് ഒരു ടെൻഷനും കാണുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പം പുള്ളിയെ രാഷ്ട്രീയപരമായിട്ട് തകർക്കാനെ കൊണ്ട് സരിതയെ ഇറക്കി കളിച്ചിരുന്ന നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ പ്രശ്നങ്ങൾ വന്ന സമയത്ത് പോലും പുള്ളി വളരെ കൂളായിട്ട് സത്യം എന്നാലും ജയിക്കും എന്നൊരു വാചകം മാത്രം പറഞ്ഞ് വളരെ കൂളായിട്ട് പോയി, ഒരു ടെൻഷനും ഇല്ല, ആരോടത്തും ഒരു ദേഷ്യവും ഇല്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോലും പുള്ളി ആരോടത്തും ദേഷ്യപ്പെടാതെ നിൽക്കുന്നൊരു പ്രകൃതമായിട്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പല ആളുകളും പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ മക്കളും പറയുന്നത്, ചാണ്ടി ഉമ്മനും അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മോളും ഉണ്ടല്ലോ മറിയ ഉമ്മൻ, അവർ പറയുന്നത് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇവരൊക്കെ എങ്ങനെയാണ് ഈ നാട് ഭരിക്കാനെ കൊണ്ടിരുന്നത്, ജനപ്രതിനിധിയായിട്ട് ഇറങ്ങുന്നത്, ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവരെ വായിരിക്കുന്ന ചീത്തവിളിയും കേട്ടിട്ടാണല്ലോ ജനങ്ങൾ ഇറങ്ങേണ്ട വരുന്നതെന്നാൽ ഇവരെ അടുത്ത് സഹായം ചോദിച്ച് ചെല്ലേണ്ട അവസ്ഥ വരുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇവർക്ക് വോട്ട് കൊടുക്കാൻ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥയൊന്നും വോട്ട് കൊടുക്കാനല്ല വോട്ട് കൊടുത്തിട്ടുള്ള ആളുകളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണേ. എന്തായാലും കട്ട പോക. ഇവരെയൊക്കെ പാലക്കാടിൽ വന്നു കഴിഞ്ഞാൽ, പാലക്കാടിൽ MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. പിന്നെ കണ്ട് അങ്ങോട്ട് ആസ്വദിച്ചോണം, അത്രേ പറയാനുള്ളൂ. കണ്ടങ്ങോട്ട് ഇല്ല, കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്ന് പറഞ്ഞൊരു ചെല്ലുണ്ടല്ലോ, അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കത്തില്ല, അത് വേറെ കാര്യം. അപ്പം ഞാൻ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആ ഒരു മറുപടി ഞാൻ ഇവിടെ വയ്ക്കാം. അതിന് മുമ്പ് ഞാൻ ഇപ്പം ബിന്ദു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്കെതിരെ ഇപ്പം ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിക്കാനുള്ളൊരു കാരണം, അപ്പോൾ ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കാം. എനിക്കൊന്ന് ബിന്ദു അത് ഡിലീറ്റ് ചെയ്ത് പോയി. ഇവരെയൊക്കെ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇവരെ പേടിക്കുന്നത്? എനിക്കൊന്ന് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു, അവർ പേടിച്ചിട്ട് കേട്ടോ. ശോഭാ സുരേന്ദ്രൻ 2 തെറി വിളിച്ചപ്പോഴത്തേക്ക് അത് കേട്ട് പേടിച്ചിട്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ കുറേ തപ്പി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് വേറൊരു സ്ഥലത്തു നിന്ന് കിട്ടി. അത് ഞാൻ ഇവിടെ ആ പോസ്റ്റ് ഞാൻ പങ്കുവയ്ക്കാം. അപ്പോൾ ബിന്ദു വിനയകുമാർ എന്ന് പറഞ്ഞ് അവരെ ഫേസ്ബുക്ക്
ഫേസ്ബുക്കിലൂടെയാണ് ആ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. ഇവരെ കൂടെ ഈ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ നടന്നിട്ടുള്ള വ്യക്തിയാണിത്. ഇവരെ കൂടെ സമരത്തിനും അതിനും ഇതിനെല്ലാം നടന്നിട്ട് ലാസ്റ്റ് ഇവരെ അങ്ങോട്ട് കുതുകാൽ വെട്ടിക്കളയാന്ന് പറയുമല്ലോ, ഇവരെ അങ്ങോട്ട് തഴഞ്ഞ് ഇവരെ കയറി വരാതിരിക്കാനും ഒരു കാരണവച്ചാലും ഇവരെ ഈ പ്രസ്ഥാനത്തിൽ അടുപ്പിക്കാനേ ഈ ശോഭ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. ഇവരെ വളർച്ചയ്ക്ക് വരെ കാരണക്കാരി ഈ ശോഭയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവർ പങ്കുവച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ശോഭ ചേച്ചി വിളിച്ച് തെറി വിളിച്ചല്ലോ. അപ്പം എനിക്കിത് ഇവരെ തെറി കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്ന PC ജോർജിനെയാണ്. PC ജോർജൻ ഒരു ഫീമെയിൽ വെർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. PC ജോർജ് ഇങ്ങനെ ആണല്ലോ. ആ പോസ്റ്റിൽ അവർ പറഞ്ഞേക്കുന്ന ശോഭയെ പറ്റി പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശോഭാ സുരേന്ദ്രൻ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന പാവം. ജഗതി പറയുന്നല്ലോ, പച്ചവെള്ളം ചവച്ചരിച്ച് കുടിക്കുന്ന പഞ്ചപാവം എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് സ്റ്റാർട്ടിങ്. ശോഭാ സുരേന്ദ്രൻ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന പാവമല്ലേ, നല്ല വിളഞ്ഞ വിത്താണ്. സ്വന്തമായി പക്ഷമുണ്ടാക്കാനുള്ള ശ്രമത്തിൽ ആലപ്പുഴ നോർത്ത് ജില്ലയിലെ പക്വതയുള്ള വനിതകളെ സ്ഥാനത്തു നിന്ന് സ്വന്തം പക്ഷത്തെ തിരുവനന്തപുരത്തെ ഗുണ്ടയും BJP സ്റ്റേറ്റ് സെക്രട്ടറിയുമായ പൂന്തുറ ശ്രീകുമാറിൻ്റെ സഹായത്താൽ സ്ഥാനത്ത് നിന്നും മാറ്റി ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സെക്രട്ടേറിയറ്റിൽ നിരാഹാരം കിടക്കുമ്പോൾ, അപ്പോൾ ആ നിരാഹാരത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇവരും ശോഭാ സുരേന്ദ്രനും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും കൂടെ, അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ സൈഡിലോട്ടൊന്ന് വയ്ക്കാം. നിരാഹാരം കിടക്കുമ്പോൾ ശോഭ പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളവും ആയി വെളുപ്പിന് നിരാഹാരം, വൻ കോമഡി ആട്ടോ, നിരാഹാര പന്തലിൽ എത്തിയിരുന്ന വിശ്വസ്തനായിരുന്നു പൂന്തുറ. അപ്പം പുള്ളിക്കാരൻ ശോഭയ്ക്ക് തളരാതെ നിരാഹാരം കിടക്കുമല്ലേ, അപ്പം തളരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡറൊക്കെ കലക്കിയ വെള്ളം കൊണ്ട് കൊടുക്കുമായിരുന്നെന്നാണ് പറയുന്നത്. ഒരു ജില്ലയിൽ നിന്നും ഒരു വനിതയും ഉയർന്നു വരാത്ത വിധം തടയിട്ട് നിർത്താൻ നല്ല കഴിവാണ് ശോഭയ്ക്കെന്നാണ് പറയുന്നത്. പാതിരാത്രിയിലും പിരിവ് വാങ്ങാൻ പതുങ്ങി വരും, വിളിക്കുന്നവർ ചെന്നില്ലെങ്കിൽ സ്ഥാനം തെറിപ്പിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് നിന്ന് തോറ്റ നിയമസഭാ സ്ഥാനാർത്ഥിയും ആശ്രിത വത്സനാണ്. അങ്ങനെ കിട്ടിയതാണ് സീറ്റ് എന്നറിയപ്പെടുന്നു. ഒരു സ്ത്രീയുടെയും ഫോട്ടോ സംസ്ഥാനത്തോട്ട് വിടാതിരിക്കാൻ പക്ഷക്കാരുണ്ട്. ഉദ്ഘാടനം ചെയ്യാതിരിക്കാനും പ്രസംഗിപ്പിക്കാതിരിക്കാനും പക്ഷക്കാരുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ വ്യക്തത കുറവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒറിജിനൽ പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്തു, ഇത് ഞാൻ തപ്പിയെടുത്തൊരു പോസ്റ്റാണ്. അപ്പം ഇതിനകത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ കൂടെയുള്ള സ്ത്രീകളെ ഒന്നും വളർന്നു വരാൻ ഇവർ സമ്മതിക്കത്തില്ല, ഒരു പ്രസംഗത്തിനോ ഒരു പരിപാടിക്കോ ഇവർ വിടത്തില്ല, മാറ്റിക്കളയും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം ഇതൊക്കെ കണ്ട് കുരുപൊട്ടിയിട്ടാണ് ശോഭ ചേച്ചി നേരെ പാലക്കാടിലെ വിഷയം ഇവരുടെ തലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അതുവരെ കോൺഗ്രസ്സുകാരുടെ തലയിലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്, ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും. അതുവരെ ശോഭ എന്താണ് പറഞ്ഞത്, കോൺഗ്രസ്സിലെ ഉയർന്ന നേതാവിൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധി എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഷാഫി പറമ്പിൽ അല്ലെ രാഹുൽ മാങ്കൂട്ടം. അപ്പം ഇവരാണ് ആ പൈസയുടെ പരിപാടിയൊക്കെ അവിടെ ഇറക്കിയെന്നാണ് പറഞ്ഞത്. നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് നമ്മളെ കണ്ട കാര്യമാണ്. ശോഭയുടെ കൂടെ കാറിൽ വരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ശോഭയ്ക്ക് ഇവർക്ക് അത്രയും ഇതിൽ റിയാക്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ആ ചെറുക്കൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ആ ഫോൺ മേടിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയേണ്ടത്, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒന്നും വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ട് മെഴുകിയത് നമ്മൾ കണ്ടാണ്, അത് നിഴലാണെന്ന്. അപ്പം മീഡിയക്കാരത് എടുത്ത് സൈഡിൽ കാണിക്കുന്നുണ്ട്, ഇത് നിഴലാണോ, ഇതിൻ്റെ പിറവിൽ ഒരാളിരിക്കുന്ന സ്ത്രീ ഇരിക്കുന്ന നിഴലാണെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിന് കൊടുത്തിട്ടുള്ള മറുപടി ഒന്ന് കണ്ടു നോക്കാം. ശ്രീനാദേവി കുഞ്ഞമ്മ പുള്ളിക്കാരിയൊക്കെ ഉണ്ടല്ലോ, നട്ടാലുള്ളൊരു ഒരു വനിതാ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരിയെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള പരിപാടിയൊക്കെ CPM-മാർ നോക്കി, പക്ഷേ നടന്നില്ല, ചീറ്റിപ്പോയി. അതും ഞാൻ ഇതിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നുണ്ട്, അത് ഞാൻ വെച്ച് തരാം. ഓക്കെ, നിങ്ങൾ എന്തായാലും പാലക്കാട്ടിലെ ആ പൈസ കൊടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിനെതിരെ പ്രതികരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇതിലും വലിയൊരു ചർച്ച നടന്നൊരു സ്ഥലമാണ് പാലക്കാട്. പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പൈസ കൊടുക്കുന്നു, BJP പൈസ കൊടുക്കുന്നു. അവിടെ എങ്ങനെയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ BJP ഈ കാണിക്കുന്ന ഈ ഒരു കാര്യങ്ങളെ എങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നത് UDF പ്രവർത്തക എന്ന രീതിയിൽ? ഒരിക്കലും നമുക്ക് BJP-യുടെ ഒരു ശൈലി, ഇടതുപക്ഷത്തിൻ്റെ ശൈലിയും ചില സാഹചര്യങ്ങളിൽ പണം കൊടുക്കേണ്ടി വന്നാൽ പണം കൊടുത്തുകൊണ്ട് വോട്ട് നേടുക എന്ന് പറയുന്നത്
അവരുടെ ഒരു ശൈലിയാണ്. അത് ഒരു പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ വോട്ട് പണം കൊടുത്ത് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജനാധിപത്യത്തോടുള്ള ഒരു അങ്ങേയറ്റത്തെ അവഹേളനമാണ് അവർ കാണിക്കുന്നത്. ആ ചിന്ത ഇപ്പോഴും അവരുടെ ക്യാമ്പുകളിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവർ രണ്ടും BJP എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ പോകുന്ന രണ്ടുപേരുടെയും ചിന്താഗതി ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധ്യമാണ്. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ച് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം അവിടേക്ക് ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഇടപെടുന്നു, അത് പൊതുസമൂഹം അവിടെയുള്ളവർ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ട് നമ്മൾ വിലയിരുത്തുന്ന അപ്പുറത്തേക്ക് ആ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെല്ലാവരും അത് വിലയിരുത്തുന്നുണ്ട്, അവിടുത്തെ വോട്ടർമാർ വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിൻ്റെ മറുപടി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ആ വിഷയത്തെ സംബന്ധിച്ച് വീഡിയോ എടുത്തു. ഒരു സംഭവം, ഒരു തെറ്റായ കാര്യം നടക്കുന്നു, ഒരു വ്യക്തി അത് വീഡിയോ എടുക്കുന്നു. ആ ആളെ വന്ന് അവഹേളിക്കുക മാത്രമല്ല, പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വെറും പച്ചയായിട്ട് നുണ പറയുകയാണ്. അമ്മയുടെ പ്രായമുള്ള ഒരാളോട് മിസ്ബിഹേവ് ചെയ്തു. അപ്പോൾ എവിടെ നമ്മുടെ കേരളത്തിൽ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനെ ഇത്രയും സമൂഹത്തിൽ മാതൃകയാകേണ്ട ഒരു സീനിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഭരണത്തിലൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ നമ്മൾ അവർ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതുമല്ല, അവർ പറഞ്ഞു വെക്കുന്ന മതേതരത്വത്തിൻ്റെയൊക്കെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള സംസാരവും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതുമല്ല. ഓക്കെ, ഈ സീനാദേവി കുഞ്ഞമ്മയുടെ ഒരു പ്ലസ് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേണ്ട വിഷയങ്ങളിൽ എടുക്കുന്ന വ്യക്തതയും പക്വതയും ആ ഒരു സംസാരത്തിൻ്റെ ഒരു രീതിയെ കൊണ്ടല്ലോ, അതാണ് ഇവരെ ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഈ പാലക്കാട്ടിലെ പൈസ കൊടുത്ത കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പൈസ കൊടുത്തതിൽ തെറ്റുമില്ല, മേടിച്ചതിൽ തെറ്റുമില്ല. കാരണം ഇതൊക്കെ ഒരു 5 വർഷവും 10 വർഷത്തിനിടയ്ക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇല്ല മാവേലി ഓണത്തിനിടയ്ക്ക് വന്നിട്ട് പോവാന്ന് പറയുന്നില്ല, അതുപോലെ കിട്ടുന്നൊരവസരം. അപ്പം മേടിച്ച് കൈ വയ്ക്കുക, പോക്കറ്റിൽ വയ്ക്കുക, മിണ്ടാതങ്ങ് പോവുക. വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യും എന്നങ്ങ് പറയുക. പിന്നെ നിങ്ങൾ തീരുമാനിക്കും, നിങ്ങളെ യുക്തിക്കനുസരിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആണ്ടിലൊരിക്കലും 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പം കിട്ടുന്നൊരു അവസരമാണ് ഇവർ തരുന്ന പൈസ. അത് മേടിച്ച് നിങ്ങൾ വെച്ചാൽ അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് പോയിട്ട് ആ പരിസരത്ത് വീട്ടിൻ്റെ പടിവാതിൽ പോലും ഇവരാരും വരത്തില്ല അല്ലേ. അപ്പോൾ അവർ തരുന്ന പൈസ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, മേടിച്ച് കൈ വെച്ചിട്ട് ഞാനങ്ങ് വോട്ട് ചെയ്യും, നിങ്ങൾക്ക് എന്നെങ്കിൽ ചെയ്യും എന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങളെ യുക്തിക്കും നിങ്ങൾക്ക് തോന്നുന്ന ആർക്കാണോ നിങ്ങൾ നാട്ടിന് ഗുണം ചെയ്യുന്ന ആർക്കാണോ അവർക്ക് നിങ്ങളങ്ങോട്ട് വോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം എന്തായാലും പിന്നെ പൈസ കൊടുത്തൊന്നും പറഞ്ഞോട്ടൊന്നും ആരും വോട്ട് ചെയ്യത്തില്ല, മനസ്സിലായോ. നാടിന് വല്ലതും നല്ലതെന്തെങ്കിലും ചെയ്താൽ മാത്രമേ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. നാട്ടിന് വികസനം വേണം അല്ലേ. അല്ലാതെ ചുമ്മാ ജയിച്ചിട്ട് ആ വഴിക്കങ്ങ് പോയിട്ട് പോക്കറ്റ് നിറയ്ക്കുന്ന പരിപാടിയാണെങ്കിൽ ഒരു മനുഷ്യനും 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിന് മറുപടി കിട്ടും അല്ലേ. ജനങ്ങൾ അതിന് മറുപടി തരും. ഇനി ഞാൻ സീനാദേവി കുഞ്ഞമ്മ എന്തായാലും പുള്ളിക്കാരിയെ വോട്ട് ചെയ്യുന്നത് തടയാനെ കൊണ്ട് ഉള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടും സീനാദേവി കുഞ്ഞമ്മ അതിനൊരു പ്രതികരണമൊക്കെ നടത്തുന്നുണ്ട്. കാരണം സീനാദേവി കുഞ്ഞമ്മ വോട്ട് ചെയ്യുന്നതിന് മുമ്പേ സീനാദേവി കുഞ്ഞമ്മയെ വന്ന് തടയണമെന്നൊക്കെയാണ് ചില ആളുകൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. പുള്ളിക്കാരി രാവിലെ എണീച്ച് പോയി വോട്ട് ചെയ്തു. പുള്ളിക്കാരിയെ തടഞ്ഞു നിർത്തണമെന്ന് വിചാരിച്ച ആളുകളൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ അതൊരു മറുപടിയും കൂടെ തരുന്നുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ പറ്റാത്തതൊരു വിഷമമായി തോന്നുന്നുണ്ടോ? എനിക്കാണോ? ഞാൻ വോട്ട് ചെയ്തു. ആണോ? ഓക്കെ, അതിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഞാൻ വോട്ട് ചെയ്തു. എന്നെ വോട്ട് ചെയ്യിക്കില്ല എന്നൊക്കെ തീരുമാനം എടുത്തുകൊണ്ട് അവിടെ കുറച്ച് DYFIയുടെയും CPIയുടെയും കുറച്ച് പ്രവർത്തകർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അടൂർ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ് വോട്ട് ചെയ്തത്. എവിടെയാണോ ഞാൻ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെ 5ാമതും വോട്ട് ചെയ്തു, അതേ ബൂത്തിൽ തന്നെ വോട്ട് ചെയ്തു. അപ്പോൾ ആ വോട്ട് ചെയ്തപ്പോൾ എന്നെ ഇവിടെ വോട്ട് ചെയ്യിക്കില്ല എന്നൊക്കെ തീരുമാനിച്ചു വന്നു. പക്ഷേ ഞാൻ രാവിലെ ഒരു 8:30 ആ സമയത്തേക്ക് എത്തി. ലോങ് ക്യൂ ആയിരുന്നു, അതുകൊണ്ട് അവിടെ ആദ്യം കുറച്ചൊരു തടസ്സം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 9:30ക്ക് മുൻപ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എഴുന്നേക്കാൻ വൈകിട്ടുണ്ടാവും. എല്ലാവരും എത്തിയപ്പോൾ 9 മണി കഴിഞ്ഞു. ഞാനപ്പോഴത്തേനും വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തടസ്സപ്പെടുത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടു. പോലീസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ അകത്തേക്ക് കടത്തി വിട്ടിരുന്നില്ല. പുറത്ത് വലിയ വീഡിയോ എടുക്കലും ഞാനെന്തോ കള്ളവോട്ട് എൻ്റെ പേരിൽ ഞാൻ കള്ളവോട്ട് ചെയ്തു എന്നാണ് DYFIയുടെ ചില പ്രവർത്തകരുടെയൊക്കെ ആരോപണം. പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നമ്മൾ അടിസ്ഥാനപരമായിട്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും പൊതുസമൂഹത്തെ സംബന്ധിച്ചൊക്കെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്ന് പറയുന്നത് പൊതുപ്രവർത്തനത്തിലൂടെ എല്ലാവർക്കും ആർജിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒന്നും പറയാനില്ല. അന്ധമായിട്ട് നമ്മളൊരു ആശയത്തെ അന്ധമായിട്ട് നേതാക്കന്മാർ പറയുന്നതിനെ മാത്രം വിശ്വസിക്കുന്ന ചിലർക്ക് പറ്റുന്ന മണ്ടത്തരായിട്ട് ഞാൻ അതിനെ കണക്ക് കൂട്ടുന്നുള്ളൂ. എന്തായാലും അവിടെ വന്നിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയും എൻ്റെ ചിത്രങ്ങളും ഒക്കെ അവർ പകർത്തുന്നത് കണ്ടു. ഞാനവിടെ വോട്ട് ചെയ്തിട്ട് പോയി എന്നുള്ളതിന് സന്തോഷം. എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, എന്തായാലും സീനാദേവി കുഞ്ഞമ്മ രാവിലെ പോയി വോട്ട് ചെയ്തു. ഇത് സംഭവം വേറെ ഒന്നുമല്ല, മറ്റേ റേഷൻ കാർഡിൻ്റെ വിവാദം കൊണ്ടല്ലോ.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരിയുടെ വായ അടപ്പിക്കാൻ നോക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും വായ അടയ്ക്കത്തില്ല. എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേറൊരു വേർഷനാണെന്ന് തോന്നുന്നു ശ്രീദേവി കുഞ്ഞമ്മയും തോന്നുന്നു. കാരണം പുള്ളിക്കാരി എടുക്കുന്ന നിലപാടും പുള്ളിക്കാരി പറയുന്ന സംസാരത്തിൻ്റെ ആ ഒരു പക്വതയും എടുക്കുന്ന ഒരു ക്ലാരിറ്റിയൊക്കെ ഉണ്ടല്ലോ, ഓരോ വിഷയങ്ങളിൽ പുള്ളിക്കാരി സംസാരിക്കുന്ന ഒരു ക്ലാരിറ്റി, ഇതുപോലുള്ള ആൾക്കാരെയാണ് ഈ ഏത് പ്രസ്ഥാനം, ഇനി ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഉള്ള പാർട്ടിയിൽ ആവശ്യം ഇതുപോലുള്ള ആളുകളെയാണ്. ഇനി ഞാൻ എന്തായാലും ഇനി ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു വോയിസ് ചീത്ത വിളിക്കുന്നതിൻ്റെ, തെറി വിളിക്കുന്നതിൻ്റെ, ബിന്ദുവിനെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൂടെ ഞാൻ വയ്ക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെച്ചാണ്. എന്തായാലും ചെറിയൊരു ഭാഗം കൂടെ കേട്ടിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ചാനൽ കൂടെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഞാനൊന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊളികളയുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും, പക്ഷെ പറഞ്ഞോട്ടെ അതിനെ എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എൻ്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തറ ആ കൊച്ചിനോട് പറഞ്ഞ എന്നാന്നോ, നീയും ഈ പാർട്ടി കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ സ്ത്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ഈ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക്. ഇത് പറഞ്ഞവളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ? എന്തല്ലേ എൻ്റെ ഇപ്പം BJPയിലെ PC ജോർജിൻ്റെ ഒരു ഫീമെയിൽ വെർഷനായിട്ടാണ് എനിക്കിത് കേട്ടപ്പോഴത്തേക്ക് തോന്നി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ.